വിവോ പോഡ്കാസ്റ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒറിജിൻ OS 6ന്റെ ഡിഫറെൻറ്റ് ഫീച്ചേഴ്സിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ഹോം സ്ക്രീനിനെ കുറിച്ച് പറയുന്ന സമയത്ത് എന്തൊക്കെയാണ് പഴയ സോഫ്റ്റ്വെയറിൽ നിന്നും പുതിയ സോഫ്റ്റ്വെയറിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ഡിഫറൻസ് എന്നാണ് ഈ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് പറഞ്ഞു തരുന്നത് മിസ്റ്റർ അഭിലാഷാണ്, വിവോ കേരളയുടെ ട്രെയിനർ. സോഷ്യൽ മീഡിയ ഹാൻഡിൽസിൻ്റെ ഫീഡുകളിൽ ഒറിജിൻ OS 6ന്റെ ഹോം സ്ക്രീന് അടിപൊളിയാന്ന് പറഞ്ഞിട്ടുള്ള കുറേ കോമൻസും ഒപ്പം തന്നെ പോസ്റ്റും ഒക്കെ കണ്ടിട്ടുണ്ട്. എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? ഈ ഒരു ചോദ്യം ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. കസ്റ്റമേഴ്സ് ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് ഇപ്പോൾ ഗീതിക ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അതായത് ഒരു യൂസർ എക്സ്പീരിയൻസിന്റെ 70% ഹോം സ്ക്രീനിലാണ് വരുന്നത്. അപ്പോൾ ആ ഹോം സ്ക്രീൻ എത്രത്തോളം റീഡിഫൈൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ, അത്രത്തോളം കസ്റ്റമർ എക്സ്പീരിയൻസ് കൂട്ടാൻ പറ്റിയിട്ടുണ്ടോ, അത്രത്തോളം കാര്യങ്ങൾ നമ്മൾ ഹോം സ്ക്രീനിൽ ചെയ്തിട്ടുണ്ട് വിവോ. ഞാൻ എന്താ ഉദ്ദേശിച്ചതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ യൂഷ്വൽ സ്മാർട്ട് ഫോണുകളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഹോം സ്ക്രീൻ കാണുമ്പോൾ ഗതിക്ക് തന്നെ അറിയുന്നുണ്ടായിരിക്കും. അതിൻ്റെ കളേഴ്സ് ആയിക്കോട്ടെ, അല്ലാന്നുണ്ടെങ്കിൽ അതിൽ വരുന്ന എഫക്ട്സുകളായിക്കോട്ടെ, എല്ലാം യൂഷ്വലാണ്. നമ്മൾ ഇതേവരേക്ക് കണ്ടുപരിചയിച്ചിട്ടുള്ള അതേ എഫക്റ്റുകളും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. പക്ഷേ നിങ്ങളൊരു ഒറിജിൻ OSലേക്ക് വരുന്ന സമയത്ത്, ഒറിജിൻ OS 6 വരുന്ന സമയത്ത്, അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യുന്ന മാറ്റങ്ങൾ വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള മാറ്റങ്ങളാണ്. കുറച്ചുകൂടി ഇൻഡെപ്ത് ആയിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതിൽ വിഡ്ജറ്റുകൾ അവൈലബിൾ ആണ്. അതേപോലെ തന്നെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ലേ ഔട്ട്സും അവൈലബിൾ ആണ്. വിഡ്ജറ്റിൽ ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് കിട്ടും കേട്ടോ. നമ്മൾ ഡെയിലി നടക്കുന്ന കൗണ്ട്സ്, അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്ര കിലോമീറ്റർ ഓടി, അല്ലാന്നുണ്ടെങ്കിൽ ഇത്ര കിലോമീറ്റർ ഞാൻ സൈക്കിള് ചവിട്ടുന്നുണ്ട്, ആ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ വിഡ്ജറ്റിൽ അവൈലബിൾ ആയിരിക്കും. നമ്മൾ ആ ഹെൽത്ത് ആപ്പ് നമുക്ക് വിഡ്ജറ്റിൽ എന്ത് ചെയ്യുന്നത് വെച്ചാൽ മതി, ആഡ് ചെയ്ത് വെച്ചാൽ മതി. അതേപോലെ തന്നെ നമുക്ക് വെതർ അപ്ഡേറ്റുകൾ, അതേപോലെ ബാറ്ററി പെർസെൻറ്റേജുകൾ, അപ്പോൾ ഇതൊക്കെ നമുക്ക് ലോക്ക് സ്ക്രീനിൽ തന്നെ അവൈലബിൾ ആയിരിക്കും. ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും ഇൻഫർമേഷൻസ് എനിക്ക് എവിടെ കിട്ടും, ആ വിഡ്ജറ്റിൽ കിട്ടും. മനസ്സിലാവുന്നുണ്ട്? അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ട, കസ്റ്റമർക്ക് ആക്ച്വലി ഒന്നുകൂടി യൂസർ എക്സ്പീരിയൻസ് ഇമ്പ്രൂവൈസ് ചെയ്യാൻ ചെയ്തിട്ടുള്ളത്. ജസ്റ്റ് ടാപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും ഇൻഫർമേഷൻസ് എനിക്ക് കിട്ടും. എനിക്ക് ഫോണിൻ്റെ ഉള്ളിൽ പോയിട്ട് എന്ത് ചെയ്യണ്ട, ഇത്രയും ആപ്ലിക്കേഷൻസ് എടുത്ത് നോക്കേണ്ട കാര്യമില്ല. ഏതൊരു കസ്റ്റമറെ എടുത്ത് നോക്കുന്ന സമയത്തും ഏതൊരു ഇൻഡിവിജ്വലിനെ എടുത്ത് നോക്കുന്ന സമയത്തും നമുക്കൊരു പേഴ്സണലൈസ് സ്പേസ് വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പുതിയ അപ്ഡേറ്റിലേക്ക് വരുന്ന സമയത്ത് പേഴ്സണലൈസേഷനിൽ എന്തൊക്കെ പുതുമകൾ കൊണ്ടുവന്നിട്ടുണ്ട്? പേഴ്സണലൈസേഷൻ ഇഷ്ടമില്ലാത്ത ആൾക്കാരുണ്ടോ? ഞാൻ തോന്നുന്നത് ഈ ഒരു OS ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത്, ഈ ഒറിജിൻ OS 6 ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത്, അതിലത്തെ വിവോളത്തെ എഞ്ചിനീയർമാർ ഏറ്റവും കൂടുതൽ പണിയെടുത്തിട്ടുള്ള ഒരു സംഭവമാണ് ഈ പേഴ്സണലൈസേഷൻ എന്ന് പറയുന്നത്. ഒരു ഇഷ്ടം പോലെ ലോഡഡ് ഫീച്ചേഴ്സിൽ, ആക്ച്വലി ഒരു ട്രക്ക് ലോഡഡ് ഫീച്ചേഴ്സ് നമ്മുടെ ഈ ഒരു പേഴ്സണലൈസേഷൻ സ്കീമിൽ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. ജസ്റ്റ് ഫോൺ ഓപ്പൺ ചെയ്യാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഒരുപാട് കാര്യങ്ങൾ, ഇൻഫർമേഷൻസ് കിട്ടും. അതേപോലെ തന്നെ അതിനെക്കുറിച്ചിട്ട് അറിയും കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. ഇൻട്രാക്ഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. സോ ഇതിൽ നിന്നും മനസ്സിലാവുന്നത് ഒറിജിൻ OS 6ന്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് മറ്റു ഫോണുകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇത് സ്മാർട്ട് ആണ്, ഒപ്പം തന്നെ ഡൈനാമിക് ആണ്, ആൻഡ് സെൽഫ് അപ്ഡേറ്റിംഗ് ഒരു വർക്ക് സ്പേസും കൂടി ഇതിൻ്റെ കൂടെ വരുന്നുണ്ട്. എന്തായാലും കുറേ ഫീച്ചേഴ്സുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ദിസ് ഇസ് ബൈ ഫ്രം ഗീതിക ആൻഡ് മിസ്റ്റർ അഭിലാഷ്. Vivo.